ഹായ് ഗായ്സ്, വെൽക്കം ടു ക്രിഷ് ടോക്സ്. സീരിയൽ എപ്പിസോഡുകൾ ചുരുക്കത്തിൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് അനു മിത്രയോടും മീനാക്ഷിയോടൊക്കെ ഇന്നലെ നടന്ന സംഭവങ്ങൾ വിവരിക്കുന്നുണ്ട്. അലോകിനെ വഴിയിൽ വെച്ച് കണ്ടതും അലോക് അവിടെ തനിക്ക് വേണ്ടിയിട്ടായിരുന്നു കാത്തു നിന്നത്. ഇതൊക്കെ കണ്ടിട്ട് ആര്യൻചേട്ടൻ വന്ന സമയത്ത് അവിടെ ബഹളം ഉണ്ടാവുകയും എന്നെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോവുകയൊക്കെ ചെയ്തു എന്നും ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് മിത്രയ്ക്ക് അലോകിനോട് ചെറിയൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. മിത്ര പറയുന്നുണ്ട്, അലോകിന് പറയാനുള്ളതൊന്നും കേൾക്കാമായിരുന്നില്ല, ഇനി സോറി വല്ലതും പറയാനായിരിക്കുമോ എന്ന്. മീനാക്ഷിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. മീനാക്ഷി മിത്രയോട് ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട്, അവനൊരു തവണ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് മാപ്പ് ചോദിച്ചതല്ലേ, ഇനി എപ്പോഴും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി കാണുകയാണെങ്കിൽ ഏട്ടന്മാരോടും അച്ഛനോടൊക്കെ നീ പറയണമെന്ന് അനുവിനോട് മീനാക്ഷി പറയുന്നുണ്ട്. അനു പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട, പഴയ പോലെ ഒന്നും ആവില്ല, ഞാൻ അവനോട് ഇനി സംസാരിക്കാനോ നോക്കാനോ മിണ്ടാനൊന്നും ഒരിക്കലും പോവില്ല എന്നൊക്കെ പറഞ്ഞ് സത്യം ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മദ്യപിച്ച് ലക്കിട്ട് വരുന്ന ആനന്ദും ആകാശും ആര്യനും കൂടിയാണ്. ഇവർ വരുന്നത് കണ്ട് ഗോമതിയും ബാലനും അവിടെ ഹാളിൽ നിൽപ്പുണ്ടായിരുന്നു. ഇത് കാണുന്ന സമയത്ത് ബാലൻ വലിയ ആളായിട്ട് പറയുന്നുണ്ട്, ഇതാണോ നിങ്ങളുടെ അനിയന്മാരുടെ കടമ? ഒരു സങ്കടം വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ആനന്ദിന് വേണ്ടി ചെയ്യേണ്ടതെന്നൊക്കെ. ഇത് കേൾക്കുമ്പോൾ ആകാശിന് ദേഷ്യം വരുന്നുണ്ട്. ആകാശ് അങ്ങനെ പറയുന്ന ആളല്ലെങ്കിലും മദ്യപിക്കുന്ന സമയത്ത് ആകാശ് പലതും വിളിച്ചു പറയുന്നുണ്ട്. ഏട്ടൻ ഇങ്ങനെ ആവാൻ കാരണം ഞങ്ങളല്ല, അച്ഛനല്ലേ ഇങ്ങനെ ആക്കിയത്, അച്ഛൻ കാരണമല്ലേ ഏട്ടൻ ഈ ഒരു അവസ്ഥ വന്നതൊക്കെ പറയുന്ന സമയത്ത് ബാലനും കോമതി അന്തവിട്ട് നിൽക്കുകയാണ്. ഇത് കേട്ടിട്ടാണ് അവിടേക്ക് മീനാക്ഷിയും എത്രയും കടന്നു വരുന്നത്. മീനാക്ഷി ഒരുപാട് തവണ ആകാശിനെ വിളിച്ചിട്ട് അകത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആകാശ് അതിന് സമ്മതിക്കുന്നില്ല. ആകാശ് പിന്നെയും ഓരോ കാര്യങ്ങൾ ബാലനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അച്ഛനെ എപ്പോഴെങ്കിലും ഞങ്ങൾ മക്കളെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞങ്ങളുടെ ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളോ എന്തെങ്കിലും അച്ഛനെ അറിഞ്ഞിട്ടുണ്ടോ? അച്ഛൻ തീരുമാനിക്കുന്നത് പോലെയല്ലേ ജീവിതവും ജീവിക്കുന്നതും ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാണ്. ഇതെല്ലാം കേട്ടിട്ട് ബാലന് ഒരക്ഷരം പോലും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ബാലനെ അറിയാം അവർ പറയുന്നതാണ് ശരിയെന്ന്. പിന്നീട് ആകാശം ഒന്ന് ആര്യനോടും പറയുന്നുണ്ട്, നീ ഒന്ന് പറ, അച്ഛൻ പറയുന്നതാണോ ശരി, അച്ഛൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ആര്യനും പറയുന്നുണ്ട്, അച്ഛൻ ഒരിക്കലും ഞങ്ങൾ മക്കളെ മനസ്സിലാക്കിയിട്ടില്ല. എനിക്കുണ്ടായിരുന്ന ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ, പക്ഷെ പണ്ട് മുതലേ അച്ഛൻ്റെ ആഗ്രഹങ്ങൾ മാത്രമേ നോക്കിയിട്ടുള്ളൂ. എന്തെങ്കിലും ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ പറയാൻ ചെന്നാൽ ചുവരെടുത്ത് അടിക്കാറാണ് പതിവ്. അങ്ങനെയുള്ള ഒരാളോട് ഞാൻ എങ്ങനെ എൻ്റെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ പറയാം? ഈ സമയത്തും ബാലനൊന്നും പറയുന്നില്ല, പക്ഷെ കണ്ണുകൾ ഇങ്ങനെ നിറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഗോമതിക്ക് ഇത് സഹിക്കാൻ പറ്റാതെ ഗോമതി ആകാശിനെ ചെന്നിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടത് അടിക്കുന്നുണ്ട്. എന്നിട്ട് ഗോമതി പറയുകയാണ്, അച്ഛൻ നിങ്ങളെല്ലാം മനസ്സിലാക്കാത്തത്, നിങ്ങൾ മക്കളാണ് അച്ഛനെ മനസ്സിലാക്കാത്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം അച്ഛനെ കുറിച്ച് അറിയാമോ? അച്ഛൻ എൻ്റെ കയ്യും പിടിച്ച ഒരു ജീവിതം തുടങ്ങുന്ന സമയത്ത് അച്ഛൻ്റെ പേഴ്സിലുണ്ടായിരുന്നത് 10 രൂപ മാത്രമാണ്. ആ നിലയിൽ നിന്നും അച്ഛൻ ഇവിടം വരെ എത്തിച്ചില്ലേ നമ്മുടെ ജീവിതം. നിങ്ങൾ പറയും പോലെ 3 മക്കൾക്ക് കിടക്കാൻ മാത്രമല്ല സ്ഥലം കൊടുത്തത്, അവരുടെ സ്വപ്നങ്ങളും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ. ഇത് കേൾക്കുമ്പോൾ ബാലൻ കണ്ണുകൾ നിറഞ്ഞിട്ട് തുടയ്ക്കുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, ഗോമതി നീ ഇതൊന്നും സംസാരിക്കേണ്ട, മതി എന്ന് പറഞ്ഞ് ആകാശിനോട് ബാലൻ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ് മോനെ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, നീ അച്ഛനോടൊന്ന് ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ട് ബാലനകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് എല്ലാവർക്കും വിഷമാവുന്നുണ്ട്. പിന്നെ ആകാശ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പം ഗോമതി മീനാക്ഷിയോട് ആകാശിനകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് മീനാക്ഷി ആകാശിൻ്റെ കയ്യും പിടിച്ച് വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയി റൂമിൽ കയറ്റുന്നുണ്ട്. റൂമിലെത്തിയ ആകാശിനോട് മീനാക്ഷി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി വരുന്നല്ലേ ഉള്ളൂ, അതിൻ്റെ ഇടയിൽ നിങ്ങൾ എന്തിനാ പിന്നെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുന്നത്? കുറ്റബോധമുള്ള ഒരാളോട് പിന്നെ അങ്ങനെ സംസാരിക്കാൻ പാടില്ലല്ലോ, നിങ്ങൾ ചെയ്ത് തെറ്റാന്നൊക്കെ. പക്ഷെ ആകാശ് അത് സമ്മതിക്കുന്നില്ല. ആകാശ് പറയുന്നുണ്ട്, അച്ഛൻ ചെയ്യുന്നതെല്ലാം നമ്മൾ സമ്മതിച്ചു കൊടുക്കണോ? നമ്മളാണ് ഒരു തെറ്റ് ചെയ്തതെങ്കിൽ അച്ഛനത് ക്ഷമിക്കാൻ തയ്യാറാവുക പോലും ഇല്ല. നമ്മൾ സ്വയം അഭിപ്രായം പറയുന്നതിനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിനും എന്താണ് തെറ്റ്? അച്ഛൻ ചെയ്ത തെറ്റല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, വേറെ തെറ്റായ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. മീനാക്ഷി ആദ്യം കുറെ തർക്കിച്ചെങ്കിലും പിന്നീട് ആകാശ് പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ചൊക്കെ സത്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷം മീനാക്ഷി കൂളാവുന്നുണ്ട്. ആകാശ് പറഞ്ഞതിലും കാര്യമുണ്ട്. ആനന്ദിന്റെ വിവാഹവുമായി സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ആര്യൻ മുമ്പ് തന്നെ ബാലനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ബാലൻ അത് കേൾക്കാൻ പോലും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴുള്ള ഈ പ്രശ്നത്തിന്റെ പ്രധാന പങ്ക് ബാലന് തന്നെയാണ്. അടുത്ത എപ്പിസോഡിനെ കുറിച്ച് അറിയാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.